Hi friends, welcome back to the channel. നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. വളരെ ചെറിയൊരു ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ചിക്കൻ റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്താൽ മനസ്സിലാവും നമ്മൾ ചെയ്തേക്കുന്ന ചിക്കൻ റെസിപ്പീസിൻ്റെ വെറൈറ്റീസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നതും ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിക്കൻ കറിയാണ്. ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പർട്ടിക്കുലറായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറിയുടെ കംപ്ലീറ്റ് സ്ട്രക്ചർ, ടേസ്റ്റ്, അതിൻ്റെ ഫ്ലേവർ എല്ലാം മാറുന്നത്. അത് ഉറപ്പായിട്ട് ഞങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ദയവായി അറിയിക്കുക. അപ്പോൾ അതിന് കൂടെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞു നീട്ടാൻ നമ്മുടെ വെറൈറ്റി ആയിട്ട് അടിപൊളി ചിക്കൻ കറിയിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്നത് ഒരു 3 സവോള അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ നമ്മുടെ പച്ചമുളക് സ്ലൈസ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞത്, വളരെ ചെറുതായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞതാണ്. പിന്നെ നമ്മൾ വരുന്നതാണ് മെയിൻ ഐറ്റം. അപ്പോൾ നമുക്ക് ഒരു കപ്പ് നമുക്ക് മതിയാവും. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ഒഴിച്ചെടുക്കാം. കളർ കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്ന സാധനം കണ്ടിട്ട്? അപ്പോൾ എന്താണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ആലോചിച്ച് മനസ്സിൽ വെക്കുക. അപ്പോൾ അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കും. നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേനും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, സാറെല്ലാം ഇരുന്നോട്ടെ. അപ്പോൾ നമുക്കിനി നമ്മുടെ കടുകിട്ട് കൊടുക്കാം. കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും എണ്ണ നല്ല ചൂടാൻ ശേഷം നമ്മൾ കടുകിടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടത്തില്ല. അപ്പോൾ ഇനി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കാൻ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കേണ്ടത്. നമ്മൾ വളരെ കുഞ്ഞായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്താണ്. നമ്മൾ കത്തി ഇങ്ങനെ കുഞ്ഞു കുത്തി നമ്മൾ ചോപ്പ് ചെയ്തെടുത്താണ്. പൊടിയായിട്ട് അരിഞ്ഞ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പില ഒന്ന് നമ്മൾ കൈ വെച്ചൊന്ന് ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്താലും മതി. കൈ വെച്ച് അപ്പോൾ നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ആ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇങ്ങനെ നല്ല മണമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് മേടിച്ച പച്ചമുളക്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കിടന്ന് നല്ല പച്ചമുളക് ഒന്ന് മാറി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള, നീളത്തിൽ അരിഞ്ഞ് വെച്ച സവോള. നമ്മൾ ചെറുതായിട്ട് കണ്ടിക്കൊന്നും വേണ്ട, നീളത്തിൽ അരിഞ്ഞ് വെച്ചത് വെന്ത് വരുമ്പോഴത്തേനും അതിങ്ങനെ ഗ്രേവിയായിട്ട് സെറ്റായിക്കോളും. അപ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ സവോള സവാള എല്ലാ വീട്ടിലും നമ്മൾ പറയാറുണ്ട്, സവാള ഇട്ട് കഴിഞ്ഞാൽ ലേശം ഉപ്പിട്ട് കൊടുക്കണം. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിടുന്നത് നമ്മളെല്ലാ വീഡിയോയിലും നമ്മളെല്ലാ വ്യൂവേഴ്സിനും അറിയാവുന്ന കാര്യം കൂടെയാണ്. എന്നാലും ഒന്ന് പറഞ്ഞു തന്നെ, ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതി നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അടച്ച് വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല നമ്മുടെ ഉള്ളിയൊക്കെ അതിൽ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ശരിക്കും വഴണ്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം, അതിനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്, മുളകായി മല്ലിയായി. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ലേശം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ മസാല കൂടിനൊക്കെ നമുക്ക് അളവ് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യാസം, എരിവ് കൂടുതൽ വേണമെന്നുള്ളതൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച് നമ്മളെ ഗരം മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഗരം മസാല പുറത്ത് വാങ്ങാറില്ല, ഒരു ഫ്ലേവറൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ, നമ്മൾ ചിക്കൻ കഴുകുമ്പോൾ നമ്മൾ വിനാഗിരിയിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലീനാവും. ആ ചിക്കനൊക്കെ ഒരു തിളക്കം വരും, അതിൻ്റെ ബ്ലഡ് സ്റ്റെയിനൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും എനിക്ക് തോന്നുന്നു. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ചിക്കനും നേരത്തെ ഇട്ട മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
നമ്മുടെ ചിക്കനും നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ തന്നെ ലേശം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ചിക്കൻ കറിക്കുള്ള ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ചേർത്തോട്ട് നല്ല രീതിയിൽ ഇളക്കാം. ഇതിപ്പോൾ ചിക്കനിൽ തന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് നിങ്ങൾ കണ്ടാണല്ലോ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളം തന്നെയാണ് ഇങ്ങനെ ഊറി വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വെച്ച് ഇനി നല്ല രീതിയിൽ നമുക്ക് അടച്ചു വെച്ച് ഒരു 15-20 മിനിറ്റ് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല തിളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ നല്ല ഒരു മണമൊക്കെ ആവിയിലിങ്ങനെ നല്ല മണമൊക്കെ വരുന്നു. അപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം. പക്ഷേ ഇളക്കി കൊടുക്കണം, അടിക്ക് ഇങ്ങനെ കരിഞ്ഞ് പിടിക്കേണ്ടതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് എരിവ് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുള്ള സമയമാണ് നമ്മളൊന്ന് ഇളക്കി നോക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നമുക്കിനി ചേർക്കേണ്ട ചെറിയ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ പിരിയൻ മുളക്. അത് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ പിരിയൻ മുളക് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അതും ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഒരു 1/2 പീസ് ഇഞ്ചി, ഇത്ര അരച്ചതാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. പിരിയൻ മുളക് എന്ന് പറയുന്നത് മുളക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പിരിയൻ മുളകും, ഒരു 4 കഷ്ണം വെളുത്തുള്ളിയും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ നമ്മൾ അരച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ വരും. നമ്മൾ കാശ്മീരി ചില്ലിക്ക് പകരം നമ്മളിത് ചേർത്താൽ മതി, നല്ല കളർ വരും നമ്മുടെ കറിക്ക്. അപ്പോൾ അതൊന്ന് അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ഈ മസാലപ്പൊടി നമ്മളെ ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇച്ചിരി ഇല, നമ്മുടെ മല്ലിയില, പുതിനയില, രമ്പയില, ആ ഇലകളെല്ലാം ഒന്ന് ഇലയൊക്കെ ഇടുമ്പോഴേ നമ്മുടെ കറിക്കൊരു കൊഴുപ്പും ആ മണമൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഇല ഇടാതെ വെക്കുന്ന കറിക്ക്, ഇല ഇട്ട് വെക്കുന്ന കറിക്ക് ഒരു പ്രത്യേകത. നമ്മൾ തുറക്കുമ്പോൾ പുതിനയിലയും മല്ലിയിലയുടെയൊക്കെ മണം വരുമ്പോൾ തന്നെ എന്താ കഴിക്കാൻ തന്നെ തോന്നും. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. 2 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് ആ ഇലയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മൾ ഇലയൊക്കെ നല്ല രീതിയിൽ വാടി സെറ്റായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ തുറന്ന് വയ്ക്കാം. അപ്പോൾ തന്നെ ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരും. ഇച്ചിരി ഗ്രേവി കിടക്കും. നമുക്ക് ഇതിന് അധികം ഗ്രേവി വേണ്ട, ഒരു ഇച്ചിരി തിക്കായിട്ടുള്ള സംഭവമാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. ഇനി നമ്മുടെ ഹൈലൈറ്റ് ഐറ്റമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സംഭവം ഇനി പറയാം, ഇത് വൈനാണ്, നമ്മളെ ഒറിജിനൽ റെഡ് വൈൻ. നമ്മൾ റെഡ് വൈനാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം എന്തൊക്കെയാണോ നിങ്ങൾ കരുതിയതെല്ലാം അങ്ങനെയൊന്നും അല്ല സാധനം. ഇത് റെഡ് വൈനാണ്, നമ്മൾ ഒറിജിനൽ പ്യുവർ ഗ്രേപ്പ് റെഡ് വൈൻ. നമ്മൾ റെഡ് വൈൻ ഉപയോഗിച്ച് ചേർത്ത് നമ്മൾ കറി വയ്ക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറുമാണ്. ചെറിയൊരു പുളിയും വളരെ ലൈറ്റ് ഷാർപ്പ് ഒരു മധുരം ഉണ്ടാവും. ഇത് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെയ്ത ഒരു ചെറിയ 2 കിലോ 3 കിലോയ്ക്ക് അതിൽ ഗ്രേപ്സും ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പേഴ്സണൽ യൂസിന് വേണ്ടി ചെയ്ത. അപ്പോൾ നമ്മൾ കറിയൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 സെക്കൻഡ് അടച്ചു വെക്കാം. അപ്പോൾ ഈ ഫ്ലേവറൊക്കെ ഒന്ന് കറിയിലും ചിക്കനിലൊക്കെ പിടിച്ച് സെറ്റാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് ചോറുണ്ട്, നല്ല അവിയലുണ്ട്, പിന്നെ നമ്മുടെ ഹൈലൈറ്റ് ഐറ്റം നമ്മുടെ വൈൻ ചിക്കൻ, അതിനോടൊപ്പം 2 ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഇച്ചിരി വൈൻ, പിന്നെ നമ്മുടെ നല്ല മോര്, ഒരു 4 ചപ്പാത്തി. ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയ ഭക്ഷണം, വെറുതെ എന്താ പറയുക, ഇരിക്കുമല്ലോ. അപ്പം ചെറുതായിട്ടൊരു ചെറിയ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞങ്ങളെ കിട്ടലും അടിപൊളി വീഡിയോസ് ലഭിക്കുന്നതിന് ഞങ്ങളെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താലും ഞങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.